വിജയം കൊയ്ത വിസ്മയ ജീവിതങ്ങളെ ആദരിക്കുന്നതിനാണ് നാം എല്ലാവരും ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ആദ്യമായി വിശിഷ്ട അതിഥികളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യമായി പത്മശ്രീ ഭരത് മമ്മൂട്ടി, ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP, ശ്രീ രഞ്ജി പണിക്കർ, ശ്രീ TR അജയൻ, അഡ്വക്കേറ്റ് CK കരുണാകരൻ, ഫീനിക്സ് അവാർഡ് കൈരളിയുടെ നേരിട്ട പുരസ്കാരം മഹത്തായ ഒരു ദേശശുദ്ധിയെ മുൻനിർത്തിയുള്ള ഒരു അവാർഡ്. ശാരീരിക വെല്ലുവിളികളെ ഇത് മറ്റുള്ളവർക്ക് വളരെയേറെ മാതൃകാപരമായ ഒരു കാര്യമായതുകൊണ്ട് ഇങ്ങനെ അവാർഡ് കിട്ടിയ ആളുകളെ എല്ലാം ആദരിക്കേണ്ടത്, സമൂഹം ആദരിക്കേണ്ടത്. കീർത്തിപത്രവും ക്യാഷ് അവാർഡും സമ്മാനിക്കുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ R. ബിന്ദു. പുരസ്കാരം നൽകുന്നതിനായി പത്മശ്രീ ഭരത് മമ്മൂട്ടിയെ ക്ഷണിക്കുന്നു. ക്യാഷ് അവാർഡ് കീർത്തിപത്രവും നൽകുന്നതിനായി ശ്രീ രഞ്ജി പണിക്കരെ ക്ഷണിക്കുന്നു. പുരസ്കാരം സ്വീകരിക്കുന്നതിനായി നൂർജലീല വേദിയിലേക്ക് പുരസ്കാരം നൽകുന്നതിനായി പത്മശ്രീ ഭരത് മമ്മൂട്ടിയെ ക്ഷണിക്കുന്നു. ക്യാഷ് അവാർഡും കീർത്തിപത്രവും നൽകുന്നതിനായി ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP ക്ഷണിക്കുന്നു. വരും. ക്യാഷ് അവാർഡും കീർത്തിപത്രവും നൽകുന്നതിനായി ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP ക്ഷണിക്കുന്നു. അഞ്ചാമത്തെ അവാർഡാണ്. ഒരു പ്രാവശ്യം 4 പേർക്ക് ഞങ്ങൾ അവാർഡ് കൊടുക്കാറുണ്ട്. 20ാമത്തെ ആളുകളാണ് നമ്മൾ അവാർഡ് കൊടുക്കുന്നത്. ഈ 4 അവാർഡ് സമയത്ത് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഏകദേശം ഒരേ കാര്യങ്ങൾ തന്നെയാണ്. ഈ ബ്രിട്ടാസ് ആദ്യം സംസാരിക്കുന്നതുകൊണ്ട് നമ്മുടെ പല പോയിന്റിൽ പോകും. ഇത് സംസാരിച്ച് 2-3 കാര്യങ്ങൾ ഞാൻ വേറെ ദിവസങ്ങളിൽ സംസാരിച്ച് പഠിച്ചു മാറ്റി. സഹതാപവും വനിതാവും തമ്മിൽ തല്ലി കുഴപ്പമുണ്ടാക്കുക. സഹതാപം എന്ന് പറയുന്നത് നമുക്കൊരാളുടെ ബുദ്ധിമുട്ട് കാണുമ്പോൾ നമുക്ക് അയാളുടെ ഒരു ഭാവം ഇങ്ങനെ ആയിപ്പോയത് അതിപ്പോൾ ആർക്കും ഉണ്ടാകും. ഒരു ചിലവുള്ള കാര്യമല്ല.